കൊല്ലം ആശ്രാമ മൈതാനത്ത് ആരംഭിച്ച റോബോട്ടുകളുടെയും കടൽ മീനുകളുടെയും അപൂർവ ശേഖരവുമായുള്ള ദി ഓഷ്യൻ മേളയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സ്കൂൾ കുട്ടികൾക്ക് 50% ഇളവുണ്ട്. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ 9 മണി വരെയുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഒരു സ്കൂൾ എക്സിബിഷൻ ലെവല് ഇവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു മിനി ഫോറസ്റ്റാണ്. അവിടെ കുറച്ച് മരങ്ങളുണ്ട്, ജീവനുള്ള കുറച്ച് പക്ഷികൾ, ലവ് ബേർഡ്സ് ഉണ്ട്, പ്രാവുകളുണ്ട്, പാരറ്റുണ്ട്, അങ്ങനെ കുറച്ച് പക്ഷികളുണ്ട്. ചെറിയൊരു നീരുറവ വരുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഇരുന്ന് ഫോട്ടോ സെഷൻ പോലെ എടുക്കാൻ വേണ്ടി ചെറിയ 2 രഥങ്ങൾ പോലെ 2 സംഭവമുണ്ട്. മിനി ഫോറസ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്കത്ര വ്യക്തമല്ല. കാട് പോലെ എന്തോ അത്രമാത്രം. കാലെടുത്ത് വെച്ച ഈ കാട്ടിലെ കാഴ്ചകൾ എനിക്കത്ര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല. എന്നാലും ഇതിനുള്ളിലെ ബാക്കിയുള്ള നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെന്ന പ്രതീക്ഷയോടെ നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ മേളയുടെ പ്രധാന ഹൈലൈറ്റ് താരമാണ് ഈ കാണുന്ന റോബോട്ട്. ഇതിൻ്റെ ഡിസൈൻ എന്നുള്ളത് ഒരു നായക്കുട്ടിയുടെ ഒരു പെർഫോമൻസ് കണക്കാണ് ഇവരിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു നായക്കുട്ടി എങ്ങനെയാണ് ഒരാൾ വരുമ്പത്തിന് ചെയ്യുന്നത്, അതുപോലെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒരാൾക്കാർ വരുമ്പോഴത്തേന് അവരുടെ ഇടയിൽ പോകുന്നു, പാട്ട് കേൾക്കുമ്പോഴത്തേന് ഡാൻസ് കളിക്കുന്നു, ഷേക്ക് ഹാൻഡ്, അങ്ങനെയൊക്കെയുള്ള ഒരു നായക്കുട്ടി ചെയ്യുന്ന എന്തൊക്കെ പ്രവൃത്തിയുണ്ടോ അതെല്ലാം ഒരു റോബോട്ട് ചെയ്യുന്ന രീതിയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് റോബോട്ടിക് ഹാൻഡ് റൈറ്റിംഗ്. നമ്മളുടെ പേര് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മെഷീൻ ആ പേര് അനലൈസ് ചെയ്തിട്ട് അത് മെഷീൻ രൂപേണ പേപ്പറിൽ കുറിച്ച് തരും. ലൈക്ക് ദാറ്റ് ഒരു സയൻസ് എക്സിബിഷൻ. നമുക്കുള്ള അടക്കം ജോയിൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു മോട്ടോറാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 15 മോട്ടറുണ്ട്. ഇതിൻ്റെ പേരാണ് ആൽഫ 1 പ്രോ, ഇത് ആൽഫ മിനി. ഇതിൻ്റെ ചെറിയ വെർഷനാണ് ഇത്. ഇത് കൊള്ളാം. ഈ മേളയിൽ ആകപ്പാടെ ഓർക്കാൻ പറ്റുന്ന 2-3 ഐറ്റത്തിൽ ഇതാണ് ഈ ഒരു ഐറ്റം. സംഭവം വർത്താണ്. ഈ ഒരു സ്കൂബ ഡൈവറിൻ്റെ പ്രകടനം എന്തൊന്നാലും അടിപൊളിയാണ്. കക്ഷിയാണെങ്കിൽ ആൾക്കാർ വരുമ്പം കൈ കൊടുക്കുന്നു, കൈ റോസാപ്പൂ ഉണ്ട്, അത് നമുക്ക് തരാൻ ശ്രമിക്കുന്നു, ഹാർട്ട് വരച്ച് കാണിക്കുന്നു, ഫ്ലൈങ് കീസ്, അങ്ങനെയുള്ള ഐറ്റമൊക്കെ പുള്ളി ചെയ്യാറുണ്ട്. പുള്ളി ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആണ്. കക്ഷി പൊളിയാണ്. സ്കൂബ ഡൈവർ പ്രകടനം കണ്ടുവരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മുങ്ങാൻ പോകുന്ന ഒരു കൊട്ടാരമാണ്. കഴിഞ്ഞ വർഷം ഈ കൊട്ടാരം വെള്ളത്തിനുള്ളിലായിരുന്നു, ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ തവണ വളരെ വ്യത്യസ്തമായിട്ട് ചുറ്റും വെള്ളം വീഴുന്ന ഒരു കൊട്ടാരമാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. മുങ്ങാൻ പോകുന്ന കൊട്ടാരം കണ്ട് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് 2 മത്സ്യകന്യകന്മാരുടെ അടുത്തേക്കാണ്. എന്നെ കണ്ടതുകൊണ്ടാണോ അതോ ശ്വാസം കിട്ടുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ കണ്ടപാടെ 2 പേരും മുകളിലേക്ക് ഒറ്റ പോകായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഒരാൾ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തോ. അടുത്തതായി കടൽ മത്സ്യങ്ങളുടെ ഒരു മായ ലോകത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കളർ സെൻസിൻ്റെ അങ്ങ് പീക്ക് ലെവലിട്ട് പരിപാടി ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ അടിച്ചിട്ട് സീനും ഡാർക്ക് ആക്കിയിട്ടുണ്ട്.
ഒരു നീലക്കടൽ പ്രതിഭാസം വരുത്താൻ വേണ്ടി ആയിരിക്കാം സംഘാടകർ ഇത്രയും ഡാർക്ക് ബ്ലൂ ഇവിടെ മൊത്തം അടിച്ചിരിക്കുന്നത്. കണ്ണിപ്പോയിട്ട് മൊബൈലിനകത്ത് നേരാവണ്ണം ഒരു മീനിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റാത്ത കണക്കുള്ള കളറിങ് ആയിപ്പോയി ഇവിടെ. കണ്ട് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് 250 അടി തീർത്ത ഒരു ഗ്ലാസ് തുരങ്കത്തിലേക്കാണ്. ഇനി ഈ തുരങ്കത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോഷ്യൽ മീഡിയയിൽ കൂടി ധാരാളം സെലിബ്രിറ്റീസും മറ്റും ആൾക്കാരും ഇതിനെ തള്ളി മറിക്കുന്നുണ്ട്. എന്ത് തേങ്ങാക്കൊല കണ്ടിട്ടാണ് ഇവർ തള്ളി മറിക്കുന്നതെന്നുള്ളത് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല ഗൈസ്. നിങ്ങൾ ഇവിടെ ഈ മേളയെ കാണാൻ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റടിക്കാൻ മറക്കരുത്. അതിന് കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു മാർഗനിർദ്ദേശമായിരിക്കും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ 150 രൂപ പോയി ഗൈസ്. എനിക്ക് ഇവിടുത്തെ ഒരു ഐറ്റവും നേരെ വണ്ണം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും. എന്നെ കൂടാതെ ഒരു 3 പൂച്ച കൂടി ഇവർ നിരന്തരം ടോർച്ചർ ചെയ്ത് പറ്റിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ക്വയർ ടൈപ്പുള്ള ഒരു അക്വേറിയത്തിൽ നടുക്ക് കുറച്ച് സ്പേസിനകത്ത് 3 പൂച്ചകളെ ഇട്ടിട്ട് ചുറ്റും മീനുകളെ ഇട്ട് പ്രലോഭിക്കുന്ന നിരന്തരമായ ടോർച്ചറിങ് ആണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ കണ്ടുമടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടുകളും വീട്ടിലേക്കുള്ള സാധനം വാങ്ങാനായിട്ട് ചെറിയ ഷോപ്പുകളും കുട്ടികൾക്കുള്ള റൈഡുകളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും കൊല്ലി റേറ്റാണ്. അവർക്ക് ഈ എമൗണ്ട് വാങ്ങാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഇവിടുത്തെ ചെറിയൊരു സ്റ്റോളിന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു 3 ടേബിൾ ഇടുന്നതിന് കേട്ട റേറ്റ് 500,000 പുറത്താണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ തുക ഈടാക്കുന്നത്. അതും അന്യായ റേറ്റാണ്. ഒന്നുകൊണ്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പരിപാടിയായിപ്പോൾ ഗൈസ്.